പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഫിന്റെ എപ്പോഴാണ് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചിട്ടാണ്. അതായത് ഒഫീഷ്യലി അവർ തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, ഫോക്സ് തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യമാണ് ഗോൾഫ് GTAയും അതുപോലെ തന്നെ ടിഗ്വാന്റെ ഒരു R-Line എന്ന് പറഞ്ഞൊരു മോഡലും വരുന്നുണ്ടെന്ന്. ടിഗ്വാൻ R-Line ഓൾറെഡി ലോഞ്ച് ആയി. അതായത് ഏപ്രിൽ 14 അവർ ടിഗ്വാന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ടിഗ്വാൻ R-Line എന്ന് പറഞ്ഞ മോഡൽ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ പുറത്തിറങ്ങുന്ന ഒരു വേർഷനാണ്. അത് ബിൽഡ് ചെയ്യുന്നില്ല, ഫുള്ളി ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് അവർ പറഞ്ഞുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഒരു 48 ലക്ഷത്തിനടുത്താണ് എക്സ്ഷോറൂം പ്രൈസ് അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ റോഡ് പോകുമ്പോൾ ഒരു 60 അല്ലെങ്കിൽ 56-60 ആ റേഞ്ചിലേക്ക് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന്റെ ഓൾറെഡി ബുക്കിംഗും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഗോൾഫ് GTAനെ കുറിച്ചിട്ടാണ്. ഗോൾഫ് GTAയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ലോഞ്ച് ആവും. ഇപ്പൊ തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ട് ഓൾറെഡി ലോഞ്ച് ആയി, അതുകൊണ്ടാണ് വീഡിയോ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഫ് GTAയുടെ പ്രൈസോ കാര്യങ്ങളോ ഇപ്പോഴും ഡിസ്ക്ലോസോ കാര്യങ്ങളൊന്നും അതായത് ബ്രാൻഡ് ചെയ്തിട്ടില്ല. അതായത് ഈവൻ ഡീലർഷിപ്പിന് പോലും അറിയില്ല അതിന്റെ എത്രയാണ് കോസ്റ്റോ കാര്യങ്ങളോ വരുന്നത്. എന്നാൽ അപ്രോക്സിമേറ്റ്ലി ഒരു പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഒരു 45 to 50 ലാഖിന്റെ അടുത്തോളം ഓൺ റോഡ് പ്രൈസ് വരും. അപ്പോൾ ഒരു ഹാച്ച് ബാക്കിന് അത്രയും പ്രൈസ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് പലരും ഒരു കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഗോൾഫ് GTA എന്താണെന്ന് അറിയുന്നവരാണെങ്കിൽ അത് ആ ഒരു പൈസക്ക് വേർത്താണെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പെക്കും വണ്ടിയുടെ പെർഫോമൻസും വണ്ടിയുടെ ഒരു ആ ലെഗസിയും കാര്യങ്ങളൊക്കെ അധികം പേർക്കും അറിയുന്നതാണ്. അപ്പൊ ആ ഒരു മോഡല് വെറുതെ എന്തായാലും ഇന്ത്യയിൽ ഇറക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഗോൾഫ് GTA എനിക്ക് തോന്നുന്നു 2017 തോന്നുന്നു, 17-16 തോന്നുന്നു ഇന്ത്യയിൽ ഒരു 99 യൂണിറ്റോളം ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അത് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഗോൾഫ് GTAയും സെയിൽ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികവും ഉണ്ടാവില്ല, ഒരു 99-100 യൂണിറ്റ് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ലോഞ്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസം എൻഡോട് കൂടിയിട്ടാണ് ഇതിന്റെ ലോഞ്ചിങ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. അപ്പൊ മെയ് മാസം കഴിഞ്ഞിട്ട് പിന്നെയുള്ള ജൂണിലാണ് അതിന്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സെയിൽ ഡിസ്ട്രിക്റ്റിലും വണ്ടി ജസ്റ്റ് എന്താണ് ആർക്കാണോ ബുക്ക് ചെയ്ത് അതിന് അഗേൻസ്റ്റ് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ വണ്ടി കണ്ടിട്ട് ആരെങ്കിലും എടുക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനുള്ള ഒരു ചാൻസ് എന്തായാലും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ബുക്കിംഗ് പല സ്ഥലത്തും ക്ലോസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഡീലർഷിപ്പിന് 1-2-3 അതിൽ കൂടുതൽ ബുക്കിംഗ് എടുത്ത് വെച്ചുകൊണ്ട് കാര്യമില്ല, ഒന്നാത്തൊരു കാര്യം. അപ്പോൾ ആരെങ്കിലും താല്പര്യമുണ്ട് ജസ്റ്റ് എനിക്ക് ബുക്കിംഗ് ക്ലോസ് ആയെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ സെയിൽസ് കൺസൾട്ടന്റ് ആണ്, അതുകൊണ്ടാണ് വണ്ടിയിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഒന്നാത്തൊരു കാര്യം ഞാൻ സെയിൽസ് കൺസൾട്ടന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡെയിലി ഇതിനകത്തൊരു വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് എന്റെ നമ്പർ തന്നെ ഷെയർ ചെയ്യാം. ഞാൻ എന്റെ നമ്പർ അധികം ഷെയർ ചെയ്യാറില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇൻ കേസ് ഓഫേഴ്സിനെ പറ്റി ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടുകയാണെങ്കിൽ ചാനലിന്റെ താഴെ തന്നെ ഏതെങ്കിലും കൺസൾട്ടന്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. അപ്പൊ ഇൻ കേസ് ഗോൾഫിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കൺസൾട്ടന്റ് നമ്പർ ഇതായി കൊടുക്കുന്നുണ്ട്. ബുക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയതാണ്. പക്ഷേങ്കിൽ അധികം അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എത്ര യൂണിറ്റ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ബുക്കിംഗ് കാര്യങ്ങൾ എടുത്തു വെച്ചാൽ കൊണ്ടും കാര്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം അത്ര മാത്രം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏകദേശം ഒരു 100-200 യൂണിറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പലരും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വന്ന് സെയിൽ സ്റ്റാർട്ട് ചെയ്തു ഡെലിവറി എടുത്തു എന്നാണ് പലരും. എന്നാൽ അങ്ങനെയല്ല. വരുന്നതിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലിറ്റർ ആയിരിക്കും, 7 സ്പീഡ് വിത്ത് DSG ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ വണ്ടിയുടെ ഓരോ ഒഫീഷ്യൽ ഡീറ്റെയിൽസും അതായത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് എന്തായാലും ഫുൾ സ്പെക് ഉള്ള ഒരു വണ്ടിയാണ് കൊണ്ടുവരാന്ന് ഇന്റർവ്യൂവിൽ ആശിഷ് ഗുപ്ത തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ടോപ്പ് ആൻഡ് വേരിയന്റ് തന്നെയാണ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉള്ളത്. നോക്കാം, നമുക്ക് എന്തായാലും മെയ് മന്ത് എന്നോട് കൂടിയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ ഷോറൂമിൽ ഇൻ കേസ് ഒരു വണ്ടിയാണ് വരുന്നതെങ്കിൽ ആ ഒരു വണ്ടിയുടെ വീഡിയോസ് എന്തായാലും എടുത്ത് ചെയ്യുന്നതായിരിക്കും. അതായത് വണ്ടി ഡ്രൈവ് ഒന്നും ചെയ്യാൻ എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് അറിയുന്ന ആരെങ്കിലും വണ്ടി എടുത്തിട്ട് മാത്രമേ ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ നേരം കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വണ്ടി വരിക, PDA ചെയ്യുക, ഡെലിവറി കൊടുക്കുക, അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പറ്റുകയാണെങ്കിൽ കിട്ടുന്ന ടൈമിൽ ഞാൻ എന്തായാലും വീഡിയോസ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല. ഒന്നാമത്